നമസ്കാരം. കോമഡി മസാലയുടെ ഈ പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓഡിയൻസിൽ അധികവും കുട്ടികളാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ എല്ലാവരെയും കുട്ടിപ്പട്ടാളത്തിന്റെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കോമഡി മസാലയിലേക്ക്. ആൻഡ് നമ്മുടെ അതിഥികളായി എത്തുന്ന രണ്ട് പ്രിയപ്പെട്ട ആർട്ടിസ്റ്റുകൾ നെൽസൺ ശൂരനാട് ആൻഡ് സുധി കൊല്ലം. അവരെ സ്വാഗതം ചെയ്യുകയാണ്. സോ രണ്ടുപേരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്നാ പിന്നെ തുടങ്ങാം അല്ലേ? എന്തുണ്ട് വേറെ വിശേഷങ്ങൾ? നല്ല വിശേഷം, നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ കോമഡി മസാലയുടെ ഫ്ലോറിൽ വന്നിരിക്കുകയാണ് ഒരു എപ്പിസോഡ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നില്ലേ കാര്യം? നന്നായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമുക്ക് തുടങ്ങാം. ഈ വെറുതെ ചോദിച്ചാ ഇനി മേലെ ആവർത്തിക്കില്ല. തുടങ്ങല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് നമ്മുടെ ഇന്നത്തെ കോമഡി മസാലയുടെ ഒരു ചിരി ഉത്സവം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം ടു ദ സീറ്റ്സ്. താങ്ക് യു. ഇന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്കിറ്റുമായി എത്തുന്ന ടീമാണ് ടീം റോയൽ ചലഞ്ചേഴ്സ്. ഹലോ KCB. ഹലോ ഹലോ KCB അല്ലേ? അതെ KCB ആണ്. ആരാണ്? ഇവിടെ കറണ്ട് ഇല്ല. എങ്ങനെ? ഇവിടെ കറണ്ട് ഇല്ല, എനിക്ക് പേടിയാ. കറണ്ട് ഇല്ലല്ലേ? ആ ഭയങ്കര പ്രശ്നം അത്. എവിടുന്നാ വിളിക്കണേ? പെരുമണ്ണ അംഗനവാടിന്റെ പിറകിലാ. പെരുമണ്ണ അംഗനവാടിന്റെ പിറകിലോ? ഞാൻ സ്ഥിരം വരുന്ന സ്ഥലം അത്. ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നിട്ട് ജനലിനും വാതിലിനും ഒക്കെ മുട്ടും, എനിക്ക് പേടിയാ. ആണോ? ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ട് വരാം. പിന്നെ പോസ്റ്റ് നമ്പർ PM 37. 37. ആ, ഞാൻ അവിടെ സ്ഥിരം റീഡിങ്ങിന് വരുന്നത്. എന്നെ കണ്ടിണ്ടാ? ലാൻഡ് ഫോണിൽ എങ്ങനെയാ കാണുക? അല്ല അപ്പോഴേ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, അതാ പറഞ്ഞ എനിക്ക് ആണോ? പേടിയാ. വെരി ഗുഡ്. ഭർത്താവ് വിദേശത്താണോ അതോ നാട്ടിലുണ്ടോ? ഭർത്താവ് വിദേശത്താണോ അല്ലെ നാട്ടിലുണ്ടോ? ഞാനാണ് ഭർത്താവ്. ഏ ഞാനാണ് ഭർത്താവ്. നിങ്ങളെ പേരെന്താണ്? രാമേന്ദ്രൻ പിള്ള. രാമേന്ദ്ര പിള്ള അല്ലേ? ഞാൻ ഇവിടുന്ന് അവിടെ വന്നിട്ട് നിങ്ങളെ കറണ്ട് ശരിയായി തരണം. എടോ ചെങ്ങായ രാമചന്ദ്രൻ പിള്ളേ, ഈ ആദ്യം കൊണ്ടുപോയിട്ട് എൻ്റെ സൗണ്ട് ശരിയാക്ക് കേട്ടോ. എന്നിട്ട് ഞാൻ അത് നന്നാക്കാൻ വരാം. ഓരോ ചെങ്ങായിമാർ. ആ രാമേന്ദ്രൻ പിള്ളയും അല്ലാത്ത ആൾക്കാരും വന്ന് ഇതാണ് കറണ്ട് പോയ ഇവിടെ. ഹലോ നമസ്കാരം, KCB ഓഫീസല്ലേ? ആ KCB ആണ്. ആരാണ്? സാറേ സമയത്രയായി? എന്ത് സാറേ സമയത്രയായി? സമയം നോക്കാൻ ഞാൻ തറ വാച്ച്മാനോ? വേറെ പോയി. സമയത്രയായി സാറേ, അറിയാൻ വേണ്ടിട്ടല്ലേ? എടോ ഇത് KCB ആണ്. അതെ സമയത്രയായി സാറേ. എന്തൊരു ഗതികേടാണ്. സമയം ഇപ്പൊ 7:10. മറന്നു പോയതാണോ? മറന്നുപോയി. ആരെ? ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. മറന്നുപോയി സാറേ, ഇവിടെ 7 മണിക്ക് പവർ കട്ടല്ലേ? ഇന്ന് 7:10 കറണ്ട് പോയിട്ടില്ല. മറന്നു പോയതാണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാന്ന് വിചാരിച്ച് വിളിച്ചതാണ്. എടാ ആരാണ്ട്? ഞാൻ ചെറിയൊരു കള്ളനാ. ഹലോ. കണ്ട കള്ളനും പെറുക്കിയൊക്കെ ഇങ്ങോട്ടാ വിളിക്കണേ. ഇത് ഇനി എന്റെ മുകളിൽ വെച്ചാൽ ശരിയല്ല, അത് പുറത്തേക്ക് വെക്കാം. അതാ ഓ കറണ്ടും ഇല്ലല്ലോ കൊണ്ടുപോടങ്ങ. ഹലോ, എന്താണ്? ഇത് KCB അല്ലേ? അല്ല, ഇത് കളക്ടറേറ്റാ. എടാ ചങ്ങായി, ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചില്ലടോ KCB ഓഫീസിൽ. പുറത്തൊരു ബോർഡ് കണ്ട് അകത്ത് വന്നപ്പോ നിങ്ങൾ ഇത്തിരി ഇടുകയാണല്ലോ, അന്നേരം ഒരു സംശയം, അങ്ങനെ ചോദിച്ചാണ്. അത് എന്താന്ന് വെച്ചാലേ വീട്ടില് ഭയങ്കര കറണ്ട് ബില്ല. ഹുസൈൻ ബോൾട്ട് ഓടുന്ന മാതിരി അവിടുത്തെ മീറ്റർ ഓടുക. അമ്മായി ഓട്ട. അപ്പൊ അതുകൊണ്ട് ഇതാവുമ്പോ സർക്കാർ ചെലവില് കാര്യങ്ങളൊക്കെ കണ്ട് കഴിയല്ലോ. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. അല്ല, നിങ്ങളെ പേരെന്താണ്? നിങ്ങളെ പേര്? KCB. അത് സ്ഥാപനത്തിന്റെ പേരല്ലേ? അതെന്നെ പറഞ്ഞ KCB. അല്ല, ഞാൻ നിങ്ങളെ പേരാണ് ചോദിച്ചേ. എടോ സ്ഥാപനത്തിന്റെ പേര് KSCB, ഇന്റെ പേര് KCB. ഓ സിബി. അങ്ങനെ എന്റെ പൊന്ന് സിബിയേട്ടങ്ങൾ ഒന്ന് സഹായിക്കണം എന്നാ. സഹായിക്കാനോ? എന്തേ? എന്റെ ഭാര്യക്ക് വിസില് മിണിങ്ങി പോയി. അല്ല, തമ്പുരു മിണിങ്ങില്ലേ? തമ്പൂര് മിണിങ്ങല്ല, ഓള് 10ാം മാസം ഗർഭിണിയാണ്. അങ്ങനെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. ലേബർ റൂമിലേക്ക് കയറ്റി. അപ്പൊ ഡോക്ടർ മരുന്ന് വെക്കണമെന്ന്. മരുന്ന് വെച്ചപ്പോ കറണ്ട് പോയി.
അല്ല കറണ്ട് പോകാൻ ഞങ്ങൾ മരുന്ന് വെച്ചിന്. അല്ല മരുന്ന് വെച്ചപ്പോ കറണ്ട് പോയി കട്ടായി. ലേബർ റൂം മൊത്തം ഇരുട്ടിലാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവിടെ ജനറേറ്റർ ഇല്ല, നിങ്ങൾ പെട്ടെന്ന് കേസ് പോയിട്ട് ബോസിനെ കൂട്ടി വരണമെന്ന്. ഞാനോ? അങ്ങനെ വരാൻ വന്നാണ്. ആ നടക്കൂലോ, ഇവിടെ ആളില്ല ചങ്ങായി. അങ്ങനെ പറയരുത് സാറേ, രക്ഷിക്കണം. ഇപ്പൊ ഞാനിപ്പോ ഈ സമയത്ത് അവിടെ പോയിട്ട് എന്താക്കാനാണ്? നിങ്ങൾ അവിടെ വന്ന് റെഡിയാക്കണം. ഞാൻ വേണേ ഇവിടെ നിൽക്കാം സാറേ. ഇവിടെ നിന്നിട്ട് എന്താണ് കാര്യം? ഇവിടെ ആളില്ല അല്ലേ തന്നെ. അങ്ങനെ പറയരുത് സാറേ. നിങ്ങൾ ലേബർ റൂമിൽ ഇന്ന് തന്നെ വന്നിട്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ട്, നാളെ രാവിലെ ചെയ്താ പോരെ? അല്ല രാവിലെ ചെയ്താൽ ശരിയാവൂല. കുട്ടി മാറിപ്പോ എന്റെ പുള്ളി ഇരുട്ടാണല്ലോ. കുട്ടി മാറാനാ? മോനെ ഞാനൊരു കാര്യം പറയട്ടെ, ലോകത്ത് ഏത് കുട്ടി മാറിയാലും അന്റെ കുട്ടി മാറൂല. ഈ ഷേപ്പിൽ അങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് നമുക്ക് വേഗം കണ്ടുപിടിക്കാം. അല്ല എനിക്ക് വന്ന ഗതികേട് എന്റെ കുഞ്ഞിന് വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഈടോ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആകെ 4 സ്റ്റാഫുകളേ ഉള്ളൂ. അതില് സൂപ്രണ്ട് മക്കളൊക്കെ കൂടെ വെക്കേഷൻ ആയിട്ട് ടൂർ പോയതോ വീഗാലാൻഡില്. പിന്നെ ഇവിടെ ഉള്ള ഒരു ലൈൻമാനാ. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡീസ് സ്റ്റാഫിനെ ലൈൻ ആക്കിട്ട് ഒളിച്ചോടി പോയി. ആണോ? ബാക്കി നിങ്ങൾ മാത്രമേ ഉള്ളൂ? പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങളാന്ന് ശരിയാക്കാണ്, ഞാൻ ഇവിടെ നിൽക്കാതാ. ഇവിടെ നിൽക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ പണി നിങ്ങൾ പറയുന്ന എന്ത് പണിയും ഞാൻ ചെയ്യാ. എന്ത് പണിയും ചെയ്യും? എന്ത് പണിയും ചെയ്യും. എന്തും ചെയ്യോ? എന്നാ പിന്നെ ഈ ഒരു കാര്യം ചെയ്യും, ഇതില് ഏതെങ്കിലും ഒന്നില് തൊട്. ഇതോ? ഏതെങ്കിലും ഒന്നില് തൊട്. 3, 4. ഇതാണ് ഇത് ഫേസ്. ഇത് പേടിച്ച് നിക്കേനി ഞാൻ. അതവിടെ നോട്ടെ. എന്താണ്? എടാ ചെങ്ങായി, ഞാനേ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ വരാനുള്ള ഒരു സാഹചര്യം ഇല്ല, സിറ്റുവേഷൻ വന്നേ പറ്റൂ സാറേ. ഇവിടെ വന്നേ പറ്റൂന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ ആള് വേണ്ടേ. എനിക്ക് വന്ന ഗതികേട് എന്റെ കുഞ്ഞിന് വരരുത്. അതാ അനക്ക് വന്ന എന്ത് ഗതികേട്? ഞാനൊരു കട്ടിന്റെ സമയത്താ ജനിച്ചത്. ആര് കട്ട സമയത്ത്? അല്ല കറണ്ട് കട്ടിന്റെ സമയത്താണ് ജനിച്ചത്. അപ്പൊ അതേ സമയത്ത് എന്റെ കുഞ്ഞും പ്രസവിക്കരുത് വിചാരിച്ചിട്ട് അത് രക്ഷിക്കരുത് സാറേ. ഞാനിവിടെ ആകെ ഫോൺ കോളും ഒക്കെ കൂടെ ആയിട്ട് ഭ്രാന്തായിട്ട് നിൽക്കാണ്. അല്ല ഇതൊക്കെ എന്താ ഇങ്ങനെ എടുത്തു വെച്ചത്? എന്നോട് ആരാണ് എടുത്ത് വെക്കാൻ പറഞ്ഞത്? അതാ വിളിക്കണം. ഈ എല്ലാം ഇപ്പൊ എടുത്ത് എടുക്കടാ, എടുക്കാതെ. എത്ര നേരമാണ് കറണ്ട് പോയിട്ട്? എത്ര നേരമാണ് കറണ്ട് പോയിട്ട്? ഈ നാട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് റെഡിയാക്കണം അറിയില്ലേ? ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ സ്ഥിതി അറിയില്ല. ഞാൻ ബോസിനെ കൊടുക്കാം. എടാ രഹസ്യ സങ്കേതത്തിൽ കറണ്ട് പോയിട്ട് നേരെ എത്രയെന്നറിയോ? 10 മിനിറ്റ് കൊണ്ട് എനിക്ക് കറണ്ട് ശരിയായി തരണം. ആരാണ്ടാണോ? ആരോളോ സംസാരിക്കുന്ന മനസ്സിലായോ? ആരാണെങ്കിലും എനിക്ക് എന്താണ്ടാ? ഞാൻ ആരാന്ന് വെച്ചിട്ടാ? എടാ ഇവിടുന്ന് അങ്ങോട്ട് വരാൻ സൗകര്യമില്ല. ഇപ്പൊ ഞാൻ ആരോടാണ് നീ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായോ? ചേലക്കാണ്ട് പോടാ. എന്റെ പേര് പറയടാ. ഉണ്ണി. ഇത്ര സൗണ്ടുള്ള ആൾക്ക് ഇടാൻ പറ്റിയ പേരാ ഉണ്ണി. നിങ്ങൾ വേറെ എന്തെങ്കിലും പേര്? 10 മിനിറ്റ് കൊണ്ട് എന്റെ രഹസ്യ സങ്കേതത്തിൽ കറണ്ട് വന്നില്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരും. അങ്ങോട്ട് വരാൻ സൗകര്യം ചിലക്കാ പോടാ. അഞ്ഞ് തീന്റെ മുകളിലേക്കുണ്ട് അങ്ങോട്ടൊക്കെ. അതാണ് പറഞ്ഞത്. അതല്ലാതെ ഇങ്ങനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എന്നോട് ആരാണ്ടോ അത് ഇട്ട് വെക്കാൻ പറഞ്ഞത്? ഹലോ നമസ്കാരം. KCB ബാലേക്കാരനാ? പാലക്കാര KCB ഇവിടെ അല്ല, പാലയിലേക്ക് വിളിക്കാം. അതല്ല, ബാലെ ട്രൂപ്പ് നടത്തുന്ന ആളാ. ബാലെ ട്രൂപ്പുകാരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിക്കണേ? സാറേ, ആഴ്ചവട്ടം ബസ് സ്റ്റോപ്പിന്റെ മുമ്പിലെ ഒരു തെരുവ് വിളക്ക് ഇങ്ങനെ കത്തുക ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കെട് ഓഫ് ആവുക. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് വിൽക്കുന്നു എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. എന്തിന്? എന്ത് കാര്യത്തിന്? അത് ബാലെ ട്രൂപ്പിന്റെ ഫ്ലിക്കർ ലൈറ്റ് അടിച്ചു പോയി. ഞങ്ങൾക്ക് കെട്ടിക്കഴിഞ്ഞ ഒരു കാര്യം. അത് സർക്കാരിന് മുതലാണ്ടാ. തോന്നിയ മാതിരി കളിക്കാനുള്ള അതിന്റെ മുകളിൽ തൊട്ടാന്റെ കയ്യാൻ വെട്ടിക്കാളൂ. അല്ല അങ്ങനെയല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. നിങ്ങൾ തരികയാണെങ്കിൽ ഒരു സൗകര്യമായല്ലോ. നേരത്തെ വിളിച്ച ബാലേക്കാരൻ തന്നെയാ. അത് ശരി. രാജാവും പ്രജയൊക്കെ നിങ്ങൾ തന്നെയല്ലേ അഭിനയിക്കല്? അത് മനസ്സിലായി. ഹലോ, അത് എടുക്കാൻ പറ്റില്ല കേട്ടാ. അല്ല ഞങ്ങൾ ബോസ് ഞങ്ങളൊന്ന് വരുവോ? ഈടെ ഞാൻ എന്നോട് പറഞ്ഞില്ല മോനെ, ഇവിടുന്ന് ഇപ്പൊ വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. ഇവിടെ നോക്ക്, ഇതാ വില പിടിപ്പുള്ള കുറെ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. ഇതൊന്നും ഇവിടെ ഇട്ടേച്ച് പോകാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചു. ഇതെന്താ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറെ ആൾക്കാർ വിളിക്കല്ലേ. 10 മിനിറ്റ് മുമ്പേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് മുമ്പ്? 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുന്നു പറഞ്ഞു. മൂപ്പര് ഉണ്ണി. മൂപ്പര പേരൊക്കെ വലിയൊരു മനുഷ്യനിട്ട പേര് ഉണ്ണി. അതിനെന്താണ് ഇപ്പൊ? അല്ലാതെന്താ നിങ്ങളിവിടെ കയ്യിന്റെ അവിടെ എന്താ? പച്ച കുത്തിയതാ. എന്നിട്ട് ചുവപ്പ് കളറാണല്ലോ പച്ച കുത്തിയിട്ട്. എടോ, പച്ചാന്ന് പേരിൽ ഒരു ഗുണ്ട വന്ന് കുത്തിയതാ, മനസ്സിലായോ? അല്ലാതെ മൂപ്പരത് കുത്തിയതല്ലെങ്കിൽ കറണ്ട് പോയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇവിടെ കാറ്റടിച്ചാ കറണ്ട് പോകും. ഇത് കേരളാണല്ലോ. കാറ്റടിച്ച കറണ്ട് പോകും. എന്റെ കാറ്റ് ഞാനിപ്പോ തീർക്കും ഞാൻ. എടോ, ഞങ്ങളെ രഹസ്യ സങ്കേതത്തിൽ കറണ്ട് ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കൂല, മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഇത്ര വലിയ കാര്യങ്ങൾ ഇപ്പൊ അവിടെ? ഞാൻ ആരാന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. ഗുണ്ടയാ.
നിങ്ങൾ ഒരു കഷ്ണം കടലാസിൽ എഴുതി ഇവിടെ ഒട്ടിച്ചോളി. ഉണ്ടയാന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസമില്ലാത്ത മാതിരി ഇതാണ് പുറഞ്ചൊറിയുണ്ടോ? ചെറിയല്ല എന്താ തപ്പി കളിക്കണ എന്താണ്? കേടോ ഇതൊന്നും തന്നിട്ട് കാര്യമില്ല. ഇവിടെ കൈക്കൂലിനെ തന്നിട്ട് പോകാൻ പറ്റില്ല. നീ വാളൊക്കെ തന്നിട്ട് ആര് പോകാനാണ്? ഇത് എനക്ക് തരാൻ വേണ്ടിട്ടല്ല, മനസ്സിലായ ഞാൻ ഗുണ്ടയാണെന്നുള്ളത്. ഓഹോ, അത് ഇത് നിങ്ങൾ കൊണ്ടു നടക്കാല്ലേ? ഞങ്ങളുടെ രഹസ്യ സങ്കേതം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആ അവിടെ കൈവെട്ടാനുള്ളവര്, കാല് വെട്ടാനുള്ളവര്, തല വെട്ടാനുള്ളവരൊക്കെ ഫോട്ടോ ഞാൻ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തുവിടല്ലേ. കോഴിപ്പീടിയൊക്കെ നടത്തണല്ലേ? കോഴിപ്പീടിയല്ലോ, കൊട്ടേഷനാണ്. അപ്പൊ ഓരോരുത്തരുടെ ഫോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ ഇപ്പൊ കൈ വെട്ടേണ്ടവന് പകരം തല വെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയോ? അങ്ങനെ ഒരു പ്രശ്നം. 10 മിനിറ്റ് കൊണ്ട് കറണ്ട് റെഡി ആവണം. അല്ല, നിങ്ങൾ ഇത് അങ്ങോട്ട് മാറ്റിക്കുക. അതിന്റെ മുകളിൽ എന്തോ ഒരു തീരുമാനമാക്കണം. അല്ല, ഞാൻ പറഞ്ഞില്ലേ ആ ഉണ്ണി, നിങ്ങളെ ശരിക്കുള്ള പേരെന്താ പറഞ്ഞേ? വടിവാൾ ഉണ്ണി. വടിവാൾ നിങ്ങളെ തറവാട്ട് പേരാ? എടോ, ഇത് കൊണ്ടു നടക്കുന്നതിനെ കൊണ്ട് ആൾക്കാർ ഇഷ്ടം ഒരു പേരാണ്, മനസ്സിലായോ? ഓ അങ്ങനെ. തറവാട്ട് പേരോ? അപ്പൊ പരിഹസിക്കുക. അല്ല ഉണ്ണേട്ടാ, ഹോസ്പിറ്റലിലേക്ക് വേനെന്താ? ഓന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കാൻ പോലെ. ഇത് കഴിഞ്ഞിട്ട് മതി എന്റെ ഭാര്യന്റെ പ്രശ്നം, മനസ്സിലായോ? ആ, ഞാൻ പോയാൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. എന്താ ഈ എന്താ പേരെടുക്കുന്ന ആളാ? അല്ല, ഞാൻ പോയി അവിടെ ലൈറ്റ് നന്നാക്കി കൊടുക്കണം. ഇതിപ്പോ എന്താ ഒരു തീരുമാനമാക്ക്. എല്ലാം എന്താ അറിയോ? 10 മിനിറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ എവിടെയാ നിങ്ങളെ രഹസ്യ സങ്കേതം എവിടെയാ? ആ, അതിനടക്കട്ടെ, അത് പറഞ്ഞു തരില്ല. അത് പോലീസിനോട് പറഞ്ഞു കൊടുക്കാനല്ലേ. നിങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് വേണം നന്നാക്കാൻ. ആ അവന്റെ ഒരു ഐഡിയ നോക്ക്. അല്ല, നിങ്ങളെ രഹസ്യ സങ്കേതം എവിടെയാന്ന് ഞാൻ അത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ ആക്കാൻ പറഞ്ഞേ. അത് നമ്മൾ ചന്ദ്രൻ മണിക്കേരെടുത്ത് പോയിട്ട് കബഡി നിർത്തിയാൽ മതി, എന്നാൽ മൂപ്പര സ്ഥലം പിടി. അല്ല, അപ്പൊ ഉണ്ണേട്ടാ, ഞാൻ എന്നാല് തൽക്കാലം ഞാൻ പാണ്ട് പോവാ. നിങ്ങളെ രഹസ്യ സങ്കേതം എവിടെയെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇവിടെ കുറച്ച് വില പിടിപ്പുള്ള സാധനമൊക്കെ ഉണ്ടാക്കൊന്ന് ശ്രദ്ധിക്കണം. KCB ഒന്ന് നോക്കണം നിങ്ങള്. ഇത് വിൽക്കുണ്ടോ? ചെമ്പ് കമ്പിയാണ്, അതൊന്നും തുടരുത്. അതൊക്കെ വലിയ വിലയുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാ ചോദിച്ചത്, വിൽക്കുണ്ടോന്ന്. കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. അതൊന്നും കൊടുക്കാനുള്ളല്ലാന്ന്. ഇതൊക്കെ എന്താ വെച്ചാലേ എന്നാലേ സർക്കാരിന്റെ കയ്യിൽ ഈ കണക്ക്. പഴയ ക്യാമറയോ? ക്യാമറ അത് മീറ്റർ ബോർഡാണ്. ആ, ഈ ഫീസ് എന്തായാലും ഞാൻ കൊണ്ടു. ഇതെന്തിനാ ഫീസ്? എന്തിനാ നിങ്ങൾക്ക്? പെങ്ങളെ കുട്ടീൻ്റെ ഫീസ് അടച്ചില്ല, അപ്പൊ ഇതെന്തായാലും കൊണ്ടുപോയി കഴിഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾ എന്റെ ഫീസ് ഊരരുത് കേട്ടോ. ഞാനേ കറണ്ട് ശരിയാക്കി തരാൻ പറഞ്ഞു. അല്ല, ഞാൻ ഒന്നും ചെയ്യില്ല. ആ, പോയിട്ട് വാ. എന്നാ പിന്നെ ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങള്. അല്ല, ഇവിടെ ഇപ്പൊ എന്താ പണി? മേലിറങ്ങിയിട്ടുള്ള ഒരു പണിക്ക് എനിക്ക് പറ്റില്ല. അല്ല, മേലിറങ്ങി ഒരു പണിയും ചെയ്യണ്ട. ഇടയ്ക്ക് ഫോൺ വരും. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് എടുത്താൽ മതി. നോക്കി, ഞാനൊരു കോള് ചെയ്തോട്ടെ. ഹോസ്പിറ്റലിലേക്ക് ഒരു കോള് ചെയ്തോട്ടെ. ഇതെന്താണ്ടത്? STD ബൂത്തോ? ഒരു ലോക്കലാണ്. ആ, ഈ വിളിക്കുമ്പോ ലോക്കലായിരിക്കും, ഉറപ്പാണ്. ആൾക്കാർ മുഴുവൻ പണി ലീവാക്കി. ആ, ഹലോ. ആ മാമാ, ഞാനങ്ങോട്ട് വരൂല. ഇല്ലല്ല, KCB മൂപ്പര് അങ്ങോട്ട് വരൂ. എനിക്കിപ്പോ എന്തായാലും ലേബർ റൂമൊക്കെ കയറാൻ പറ്റൂലോ. മൂപ്പര് ലൈറ്റ് ശരിയാക്കി പോവും. ആ, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. വെക്കട്ടെ, നമ്പർ പറഞ്ഞോണ്ടാ, സേവ് ചെയ്ത് വെച്ചാളാട്ടാ. വേറെ കൊണ്ട് വിളിക്കരുത്, ഇതിലേക്ക് തന്നെ വിളിക്കണോ? അതിനാ ആയിക്കോട്ടെ, ഓക്കെ. ആ, ഇതെന്താണ് എന്റെ പൊരയോ? അല്ല, ഞമ്മടെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണല്ലോ. ഇങ്ങോട്ട് ഇവിടെ അല്ലാൻ തന്നെ ഓരോരുത്തർ വിളിച്ചോണ്ട് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് എന്റെ കുടുംബക്കാരും കൂടെ ഇങ്ങോട്ട് വിളിക്കുക. അതല്ല, വേഗം ഞാൻ പോയിട്ട് കണ്ടുപിടിക്കാം. ആ, ഒന്ന് പെട്ടെന്ന് റെഡിയാക്കണേ. ആ, എന്താ പണി? പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല, പെണ്ണുങ്ങൾ ഹോസ്പിറ്റലാണ്. അതന്നെയാ പണി? അല്ല, അങ്ങനെയൊന്നുമില്ല. നല്ലൊരു പണി പറഞ്ഞേ. എന്താ ഗുണ്ടയാവുന്നോ? മാസത്തിൽ എന്ത് കിട്ടു? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഓരോ വർക്കിനനുസരിച്ചാ. ആൾക്കാരെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാലോ, വലിയ മെനക്കെടൊന്നും ഇല്ലല്ലോ. ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നടന്നാൽ. ഹലോ ഹലോ. ആ ആ, മാമനാടാ. ആ പറ. രാമചന്ദ്ര മാമനാണ്. ആ പറഞ്ഞോളൂ. എനിക്കില്ല. പിന്നെ ആ, ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷൻ ഏറ്റെടുക്കാം. എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ലേബർ റൂമിലാണ് ഓപ്പറേഷൻ. ലേബർ റൂമിലല്ല, ഹോസ്പിറ്റലിന്റെ പുറകിലാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ ഏറ്റെടുക്കും. എനിക്കില്ല. പറഞ്ഞോ, എവിടെ വെച്ച്, ആരാണ് കക്ഷി, എപ്പോഴാണ്, എങ്ങനെയാണ്. പിന്നെ ബ്ലഡ് വേണ്ടി വരും. ബ്ലഡ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വാളിന്റെ മുകളിൽ പുരട്ടി നിങ്ങളെ കൊണ്ടേ കാണിക്കും. തൃപ്തിയായി കഴിഞ്ഞാൽ മാത്രം പൈസ മുഴുവൻ തന്നാ മതി. ബാക്കി എന്തൊക്കെയാ പറയാ? വെള്ളമുണ്ട് വേണം. വെള്ളമുണ്ട്. വെള്ളമുണ്ടിൽ പൊതിഞ്ഞു കൊണ്ടുവരണോ എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും. ചിലപ്പോ കയ്യും കാലൊക്കെ വേറെ കിടക്കില്ലേ, വെള്ളം ഉണ്ടാവണമെന്നില്ല. പോരെ. ഷാജിന്റെ ഭാര്യ എന്നല്ല, ലോകത്തിലേത് പെണ്ണുങ്ങളെ കൊട്ടേഷനും നമ്മൾ ഏറ്റെടുക്കുന്ന ധൈര്യമായിട്ട് വന്നാ മതി. വന്നാ മതി. അതെനിക്കുള്ള ഫോണിന്. ഏത് ഈ ഫോണ്. അങ്ങനെയാ? ആ,
എന്നെ ഇങ്ങോട്ടാ വിളിക്കുക? ആ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞല്ലേ. ശരി, നോക്കണ്ട. നിങ്ങൾ എന്തൊരാളാണ്? ആ, 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 ഹലോ, ആ. ആ രാമചന്ദ്ര മാമനാണോടാ? എടാ ഹലോ, ആ മാമാ. ഷാജിയാണോ? ആ ഷാജിയാണ്. ആ ഷാജിയേ, ഓ ദൈവത്തിന്റെ കൃപ കൊണ്ട് തള്ളയും കുട്ടിയും വേറെ വേറെ ആയടാ. ആമോ. ആ സന്തോഷായി ആണോ? കേട്ടോ. ഓ കുട്ടി അന്ന മുറിച്ച മുറിയാണോടാ. അതങ്ങനെ തന്നെയാവും മാമ. നല്ല എല്ലാ കള്ളലക്ഷണവും കിട്ടിയിരിക്കണ്. ആ ആണോ? പിന്നെ ഓ വടക്ക് പറഞ്ഞയച്ച ആളൊന്നും എത്തിയില്ലല്ലോ. KSFBക്ക് എവിടുത്തെ ആള് അല്ലേ? അല്ല മൂപ്പരാട് അങ്ങോട്ടാണല്ലോ വന്ന്. ഇവിടെ വന്നില്ല. ഇവിടെ ആ ഇപ്പൊ ഡോക്ടർ പെട്രോമാക്സ് കത്തിച്ചിട്ടാ പ്രസവം എടുക്കണ്. പെട്രോൾ മാക്സോ? ആ ഇതിപ്പോ ആരാ പിടിച്ചു കൊടുക്കണേ? ഞാൻ എനിക്ക് ഇവിടെ പണി കിട്ടിയല്ലോ. എന്ത്? ഞാൻ ഇപ്പൊ ഇവിടെ ലൈറ്റ് ബോയിയാ. ആശുപത്രിയിലോ? ആ പെട്രോമാക്സ് പിടിച്ചു കൊടുക്ക. ആ ഇനി എന്റെ ഭാര്യന്റെ കഴിഞ്ഞ് വടക്കുമാട്ട സുമതിന്റെ പ്രസവം ഉണ്ട്. അതിനിപ്പോ ലൈറ്റ് അടിക്കാൻ പോവാ ഞാൻ. ആണോ? ആ, ഇത് ഒരു കയ്യില് കുത്തി ഒരു കയ്യില് പെട്രോമാക്സാ. അങ്ങനെ മാമനൊരു ജോലിയായല്ലോ. ആ പിന്നെ ആ ഇതാ കുട്ടിക്ക് അല്ല അന്റെ ഒരു സൗണ്ടൊക്കെ കേക്കണ്ടേ? ആ ആ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുക. മാമ എനിക്ക് ബോസ് അങ്ങക്ക് പാട്ടറിയാം. ഒരു പാട്ട് പാടി കൊടുക്ക. എടാ എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കി കൊടുക്കടാ. എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കൊടുക്കാം. ഹലോ ആ അതാ ഓമന തിങ്കൾ ഹലോ. കിടാവോ നല്ല കമള കുട്ടി പേടിച്ചോ? താമര കുട്ടി പേടിച്ചോ? പൂവോ ബോസേ. ബോസ്. ഓമന തിങ് എടാ സാജേ, ഓ താരാട്ട് പാടാൻ പറഞ്ഞിട്ട് ഇടിവെട്ടിന്റെ സൗണ്ട് ആണ്ടാ കേൾപ്പിച്ചു കൊടുക്കണ കുട്ടിക്ക്. ബോസ് പാടിയതാണ്. അത് പേടിച്ച് അരണ്ടിച്ചോ വെച്ച് പോർന്ന്. ആണോ? ഞാൻ പെട്ടെന്ന് വരട്ടെ മാമ. ആ പോര്. ആയിക്കോട്ടെ. ഓ സന്തോഷായി. നല്ലൊരു സുഖം ഉണ്ടായിരുന്നു പാട്ട്. ഇവിടുത്തെ മെയിൻ ആളാരാ? മെയിനാണ് ഞാനാണ്. ഞാനാണ് മെയിൻ. ഞാനാണോ? ഞാനല്ലേ ഫസ്റ്റ് വന്ന്? ഇവിടുന്ന് പോകുന്ന ആൾ എന്നോടാണ് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞത്. ഞാനാണ് ഇവിടുത്തെ മെയിൻ. ഫസ്റ്റ് ഞാനാണ് ഇവിടെ ഞാനാണ് വന്നത്. മെയിൻ. അല്ല ഞാനാണ്. ഞാനല്ലടോ മെയിൻ. ഞങ്ങൾ തന്നെയാണ് മെയിൻ. ഞാനാണ് മെയിൻ. ഇയാൾ മെയിൻ? അതെ. ആ ഏതാ വകുപ്പ് എന്ന് പറഞ്ഞില്ല. ഏതാ വകുപ്പെന്നോ? എടാ എപ്പ കറണ്ട് പോയാൽ ഞങ്ങൾ ക്ഷമിക്കും. അർജന്റീനയും ബ്രസീലുള്ള ഫുട്ബോളിന്റെ സമയത്ത് കറണ്ട് പോയാൽ ഞങ്ങൾ ക്ഷമിക്കൂല. മനസ്സിലായിക്കോ? കേട്ടോ? ഈ മെയിൻ ആവണോ? അല്ല നിങ്ങൾ തന്നെയാ മെയിന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാത്തിനും അങ്ങനെ കയറി തല വെക്കരുത് കേട്ടോ. ആ വരുന്നുണ്ടല്ലോ ബോസ് ഇവിടുത്തെ. ആ എന്തൊക്കെയാ ശരിയായോ? ശരിയായോ? ഒളിസങ്കേതത്തില് അല്ലേ? ആരാണ്ട അവിടെ മെയിൻ ഓഫാക്കി? മെയിൻ സ്വിച്ച് ഓഫാക്കി ആരാന്ന്? അത് ഞാനാണ്. അല്ലേ? മെയിൻ സ്വിച്ച് ഓൺ ആക്കിട്ട് ചാനലില് ആ. അടിയിൽ ഇങ്ങനെ സ്ക്രോളിങ് പോകുന്നുണ്ട്. ഇടിമിന്നൽ സമയത്ത് ആ. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിടുന്നത് നല്ലതായിരിക്കുന്നു. ആണല്ലേ? അത് കണ്ടിട്ട് ഇന്നലെ ഇടിമിന്നലുള്ള സമയത്ത് ഞാൻ ഓഫ് ആക്കിയിട്ടതാ. അതെ ആ. ഉണ്ണി വടിവാളില്ലേ ഉണ്ണിയേട്ടാ, ആ. ഒരു കാര്യം മനസ്സിലാക്കണം. ഏ? മെയിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് സ്വിച്ച് ഇട്ടാലേ ലൈറ്റ് കത്തുള്ളൂ. ട്ടാ, മനസ്സിലാക്കണം, മനസ്സിലാക്കണം. ഇതാ, ഓടാ അവിടുന്ന്. എന്തെണ്ണാക്ക് വേണ്ടേ? പ്രസവിച്ച്. ഏ ആ ആണോ? ആ. നന്നായി. പുറത്ത് ഇറങ്ങിപ്പോയില്ലേ? ഗുണ്ടയാണ് പോലെ വലിയ തണ്ടും തടി ഉണ്ടാവും. ലോകത്തുള്ള എല്ലാ ഗുണ്ടകൾക്കും ഒരു പ്രശ്നമുണ്ട്. 10 പൈസേന്റെ വിവരം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ കോമഡി മസാലയുടെ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ ഒരു കോഴിക്കോടൻ തമാശ ഇങ്ങോട്ട് കയറി വന്നത്. ഒരുപാട് സന്തോഷം. നല്ല അടിപൊളി സ്കിറ്റായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ടീം ഇവിടെ പെർഫോം ചെയ്യണത്. നമ്മൾ ഒരുപാട് സ്റ്റേജുകളിലൂടെ ഇങ്ങനെ കണ്ടിട്ടുള്ള ആളുകളാണ്, സുപരിചിതരാണ്. അപ്പോൾ കോഴിക്കോടൻ ഭാഷ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ഒരു പെട്ടെന്നൊരു പുതുമ ഫീൽ ചെയ്തു അല്ലേ? അപ്പോൾ ആ ഭാഷയുടെ ഭംഗി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഒഴുക്കുണ്ടായിരുന്നു, മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു സുചേട്ടാ? ദേവരാജൻ, പ്രദീപ്, ഷൈജു ഇത്ര വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ടീമാണെന്നറിയാം. ഇവരുടെ ഒരു ടീമിൻ്റെ ഒരു ചെറിയ ത്രെഡാണല്ലോ അവരവരുടെ ഭാഷയിലൂടെ വളരെ ഭംഗിയായിട്ട് അത് പൊലിപ്പിച്ച് അവതരിപ്പിക്കും. നമ്മൾ വേറെ ഒരു ജില്ലക്കാർക്കും അത് പറ്റുമെന്ന് തോന്നണില്ല എന്നല്ല, അവരുടെ ആ ഒരു ശൈലി അനുകരിക്കാൻ പറ്റും. അടിപൊളിയായിരുന്നു. സൂപ്പർ കൂട്ടുകാരെ, ഒരുപാട്
പ്രദീപ് ദേവരാജ് ഷൈജു. കോഴിക്കോടൻ ശൈലി എന്ന് പറയുമ്പോൾ ഇപ്പം സിനിമയിൽ അത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കും. അതെ. നമ്മുടെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പം കോഴിക്കോട് എന്നുള്ളത്. ഹരീഷ് നമ്മളെ കൂടെ അതെ തിരുവനന്തപുരത്തെ ഒരു ശൈലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് രണ്ടും ഇപ്പം നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ ഇപ്പോൾ അത് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോമഡികൾ മൊത്തം ഒരു നിഷ്കളങ്കതയുണ്ട്. തിരുവനന്തപുരം ശൈലിയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അവരിപ്പം കോഴിക്കോട്ടുകാരിപ്പോൾ ഇവർ ദേഷിച്ച് സംസാരിച്ചാൽ പോലും നമുക്ക് ഒരു സങ്കടം തോന്നുന്നില്ല. അപ്പോഴും നമുക്കൊരു നിഷ്കളങ്കത അതിലുമുണ്ട്. ആ ഒരു ഭാഷ അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇപ്പം എന്തായാലും സ്കിറ്റ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഷൈജുവിനെ എനിക്ക് നേരത്തെ അറിയാം. ഷൈജു ഇതൊന്നും അല്ല ഷൈജുവിൻ്റെ വൺമാൻ ഷോ കാണണം, നമ്മൾ ഞെട്ടിപ്പോവും. ഒന്ന് രണ്ട് ഐറ്റം ഒന്ന് ചെയ്യാവോ ഇപ്പോൾ നമുക്ക് വേണ്ടി? ചെറിയ കുട്ടികളുടെ ശബ്ദം. ഓക്കെ ഓക്കെ. ഈ കുഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചോണ്ട് ഇങ്ങനെ കരയാണ്. അപ്പം കരഞ്ഞോണ്ടിരിക്കുക വായിക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉണ്ടൊന്നൊരു ശബ്ദ വ്യത്യാസം. കുഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോ അമ്മ താരാട്ട് പാട്ട് ഉറക്കുകയാണ്. അപ്പൊ രണ്ട് ശബ്ദം ഒരുമിച്ച്. അങ്ങനെയല്ല, ഞാനും എന്റെ കൊച്ചും കൂടെ വിചാരിച്ചിട്ട് ഈ ശബ്ദം വരുന്നില്ല. ഒരാൾ ഒറ്റയ്ക്ക് ഷൈജു എന്ന് പറയുന്നത് ഇതൊന്നും അല്ല, വേറെ സംഭവമാണ്. അടിപൊളിയായിരുന്നു, സൂപ്പർ, താങ്ക് യു. അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, എത്ര സ്റ്റാർസ് ആണ് ഇന്നത്തെ ഇവരുടെ പെർഫോമൻസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സുധി ചേട്ടനെയും നെൽസൺ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്, ഒരു 1 man ഷോ എന്ന് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് എത്തുന്നു അൻസു കോന്നി. നമസ്കാരം. നമസ്കാരം ചേച്ചി. അപ്പൊ എന്താണ് ഇന്ന് പെർഫോം ചെയ്യാൻ പോണത്? ഇവിടെ ആദ്യം ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കോമഡി മസാല എന്ന പ്രോഗ്രാം. നമുക്കെല്ലാം അറിയാം, സഞ്ചാരം എന്ന പ്രോഗ്രാം അറിയാം അല്ലേ? അപ്പൊ ഈ സഞ്ചാരത്തിലാണ് ഈ കോമഡി മസാലയെ കുറിച്ച് പറയുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാം. കേരളത്തിലെ പ്രശസ്ത ചാനലായ അമൃത ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു കോമഡി റിയാലിറ്റി ഷോയാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. കേരളത്തിലെ പ്രശസ്തരായ മിമിക്രി താരങ്ങൾ അണിനിരക്കുന്ന ഈ പ്രോഗ്രാം പ്രേക്ഷക ലക്ഷങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നു. പ്രേക്ഷക ലക്ഷങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിച്ച ഈ കോമഡി റിയാലിറ്റി ഷോയെ ഞങ്ങൾ വിളിച്ചത് കോമഡി മസാല എന്നാണ്. അപ്പോൾ അടുത്ത് നമ്മുടെ ധർമ്മജൻ ചേട്ടൻ്റെ, കൊച്ചുകുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ധർമ്മജൻ ചേട്ടൻ്റെ വോയിസ് ഒന്ന് ചെയ്യുകയാണ്. എന്റെ പൊന്നു മുകേഷ് ഏട്ടാ അറിയോ, ഈ പിഷാട്ടിക്ക് കാരണം പൊക്കമണ്ണൊക്കെ ഉള്ളൂ, ബുദ്ധിയില്ല. മുകേഷ് ഏട്ടാ അറിയോ, കഴിഞ്ഞ ദിവസമാണെങ്കിലേ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ എന്നെ ദൈവത്തെ പോലെ കണ്ടു. ഞാനങ്ങോട്ട് ചെന്നപ്പോഴേ അവർ തലയൊക്കെ വെച്ചിട്ട് പറയാ, ദൈവമേ നീ പിന്നെ വന്നു. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് രമേശ് പിഷാരടി. അപ്പോൾ രമേശ് പിഷാരടി. എന്റെ പൊന്നു മുകേഷ് ഏട്ടൻ പറയുന്നു മുകേഷിന് പറ്റത്തില്ല, ധർമ്മം പറയുന്നു ധർമ്മന് പറ്റത്തില്ല, മനോജ് പറയുന്നു മനോജിന് പറ്റത്തില്ല. എൻ്റെ പൊന്നു മുകേഷ് ഏട്ടാ, കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാനൊരു പരിപാടിക്ക് ചെല്ലാൻ നേരം അവിടെ ഒരു അമ്മയും കുഞ്ഞും വന്ന് എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ അമ്മ ചോദിച്ചു, മോളെ നിനക്ക് ഈ അങ്കിളിനെ മനസ്സിലായെന്ന്. അപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്ത് നോക്കി പറയാ, ഇത് നമ്മുടെ ദീപികതൊക്കെ പരിപാടി ചെയ്യുന്ന പിരാഷഡ്ഡി അല്ലേന്ന്. എൻ്റെ പേരിൽ ഒരു ഷഡ്ഡി ഇറങ്ങി ഞാൻ ആദ്യമായിട്ട് വെക്കാം മുകേഷ് ഏട്ടാ. അടുത്ത നമ്മുടെ ഈ അരിസ്റ്റോ സുരേഷ് ചേട്ടൻ, നമ്മുടെ മുത്തേപ്പൊന്നെ. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു പാട്ട് പാടുന്ന ഒരു വോയിസും അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ഇതുപോലുള്ള ഫ്ലോറിലൊക്കെ വരുമ്പോൾ സംസാരിക്കുന്നു. മുട്ടേ പൊന്നെ പിണങ്ങളേ
എന്ത് കുറ്റം ചെയ്തു ഞാൻ മുത്ത് പൊന്നെ പിണങ്ങൾ എന്ത് കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം നീ എൻ്റെ കരളല്ലേ. ഇത് എന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ ഈ ഫ്ലോറിലൊക്കെ വരും. ഇപ്പം കല്യാണമൊക്കെ അടുത്തിരിക്കുകയാണ് ചേട്ടൻ, അരിശോ ചേട്ടൻ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സുഹൃത്താണ്. അപ്പം ചേട്ടൻ ഈ ഫ്ലോറിലൊക്കെ വരുമ്പോൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട്. എന്തിനാ ചെയ്യുന്നത്? എന്തിനാണ് പറയുന്നത്? ഓ തന്നെ വിവാഹമൊക്കെ വന്നിരിക്കുകയാണ്, ഒന്നും പറയണ്ട, ഒരു പൊളപ്പം പെണ്ണ് തന്നെ കേട്ടോ, ഒന്നും പറയണ്ടേ. ഇനിയും അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ശബ്ദമാണ്. അത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഒരു ശബ്ദമാണ്. അത് ആ ഒറ്റ ഡയലോഗ് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഈ പുഴയുടെ കര പിടിച്ച് നടന്നുള്ള ആ ഡയലോഗാണ്. അപ്പോൾ ആദ്യം നമ്മുടെ പൃഥ്വിരാജ്. എടി ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടല. അതിനെ എത്ര കടവത്ത് ഏതൊക്കെ തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇത് ഇദ്ദേഹത്തിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ ചെയ്താൽ എങ്ങനെയിരിക്കും ശ്രദ്ധിക്കുക. അയ്യോ ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അറബിക്കടല. അതിന് എത്ര കടമത്ത് ഏതൊക്കെ തോണിക്കാരും കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ സുകുമാരൻ ചേട്ടൻ ഈ മല്ലികക്കുള്ളത് വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇത് സുകുമാരൻ ചേട്ടൻ ചെയ്താൽ എങ്ങനെയിരിക്കും? അയ്യോ ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടൽ. അതിന് എത്ര കടമത്ത് ഏതൊക്കെ തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ആ മല്ലിക സുകുമാരനുള്ളതാ വാക്കാണ് ഏറ്റവും വലിയ സത്യം. അടുത്ത് ടിനിച്ചേട്ടന്റെ നമ്മുടെ ഉല്ലാസേട്ടനെ ഒരു ജഡ്ജ്മെന്റ് ചെയ്യുന്ന ഒരു ശബ്ദമാണ്. ഉല്ലാസേട്ടൻ ടാർസൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ടാർസൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ജഡ്ജ്മെന്റ് ചെയ്യുന്നു. ടിനിച്ചേട്ടനാണ് ചെയ്യുന്നതെങ്കിൽ ഉണ്ട്, നന്നായിട്ടുണ്ട്. അതായത് ഉല്ലാസ് പന്തളം ചെയ്തിട്ടുള്ള ടാർസൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ ഗംഭീരമായിട്ടുണ്ട്. സത്യത്തിൽ നമുക്കറിയാവുന്ന ടാർസൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ഈ സിക്സ് പാക്കൊക്കെ ഉള്ള ആളാണ്. പക്ഷെങ്കിൽ ഇവിടെ ഉല്ലാസ് ചെയ്ത ടാർസൻ എന്ന് പറഞ്ഞാൽ ഈ കൊടവയറൊക്കെ ചാടി ഈ സാമ്പാറും ചോറും വളരെ ഗംഭീരമായിട്ടുണ്ട്. ഗുഡ് ലക്ക്. അപ്പൊ എന്തായാലും ഉല്ലാസേട്ടന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഉല്ലാസേട്ടന്റെ വോയിസ് ക്ലിഞ്ഞാപ്പിളിഞ്ഞത്തെ എല്ലാ വർത്താനമാണ് ഈ പറയുന്നത്. നിന്നെ ആ നാട്ടുകാർ ആ സ്റ്റേജിന്റെ ഫ്രണ്ടിലിട്ട് തല്ലിക്കൊള്ളാൻ ഭാഗ്യമായി പോയി. പാനമ്പള്ളത്തിയോ? എടാ പാനമ്പള്ളത്തി എത്ര പാനമ്പള്ളത്തിയാണ് കടലിൽ കിടന്ന് പൊക്കാൻ ഒറ്റ കീറിയാൻ പറ്റിയെന്നാണ്ടല്ലോ. പറഞ്ഞേക്കാം. ഇനി വേറെ നമ്മുടെ കൊച്ചുപ്രേമൻ ചേട്ടൻ വെള്ളം അടിച്ചിട്ട് സംസാരിക്കാം. അതായത് നമ്മുടെ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു തഹസിൽദാരായിട്ടാണ്. അതിനകത്ത് ജയറാമേട്ടനൊക്കെ മദ്യം കൊടുത്തിട്ട് സംസാരിക്കുന്ന ഒരു ഏടോ മുഖാചക്രത്തിന്റെ കള്ളും ഒരു കോഴിക്കാലും മേടിച്ച തന്നെ മയക്കഞ്ഞ ഫോമക്കി അത് വെറുതെ ആടോ. മധ്യ തിരുവിതാംകൂറുകാരനായ ദിവാകര കൈമ്പൾക്ക് മധ്യമനോഹരമാടോ. മധുരാശി ഒരു സുഖമാടോ. കൊണ്ടുപോടോ മധുരാശി. മധുര മീനാശി അല്ല. എടോ പെണ്ണിനെ കൊണ്ടുപോടോ. തൊട്ടില്ല. അടുത്ത ജോൺ ബ്രിട്ടാസ്. ചേച്ചിക്ക് പകരം അദ്ദേഹമാണ് ഇതിന്റെ അവതാരകനെങ്കിൽ എങ്ങനെയിരിക്കും ശ്രദ്ധിക്കുക. നമസ്കാരം, കോമഡി മസാലയിലേക്ക് സ്വാഗതം. അരിച്ച പൂങ്കാവനത്തിന്റെ അങ്കണത്തിൽ അമൃതവർഷത്തിന്റെ ഒറ്റച്ചിലമ്പണിഞ്ഞ് കാമ ക്രോധ മോഹങ്ങളുടെ മോഹപുരി അഗ്നിനാമകൾക്ക് വിട്ടുകൊടുത്ത ഫെമിനിസ്റ്റ് സങ്കല്പങ്ങളുടെ പുണ്യ ഭൂമിയായ കേരളം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അമൃത ചാനൽ ഒരുക്കുന്ന കോമഡി മസാലയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. അപ്പോൾ ഏകദേശം സ്റ്റോക്കുകൾ തീർന്നിരിക്കുകയാണ്. സ്റ്റോക്ക് ഒന്ന് റീലോഡ് ചെയ്തിട്ട് വീണ്ടും വരിക. തീർച്ചയായിട്ടും വരും. ഇനിയും കുറച്ച് ഫിഗറും ഒക്കെ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും വീണ്ടും വരിക. അപ്പൊ അൻസു എന്ന് പറയുന്ന നല്ലൊരു കലാകാരൻ നമുക്ക് വീണ്ടും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നന്ദി, വീണ്ടും വരിക. ഓക്കെ, താങ്ക് യു.
ഹലോ, എന്താ കാണിക്കുന്നത്? ഏ? എന്ത് വെടിവെക്കാൻ പോന്ന? എന്താ കാര്യം? എന്താ ചെയ്യുന്നത്? തോക്ക്. അത് പിന്നെ കേക്കാന്നോ? നോക്കാന്ന് ഞാൻ അറിഞ്ഞൂടാ. മൂഢന്മാരെ, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വന്നാണ് ഞാൻ. എങ്ങനെ? 2 മണിക്കൂർ ഇപ്പോ 2 സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഇപ്പൊ വണ്ട് കുത്തിക്കൊന്നേനെ. ഏത് വണ്ട്? ദേ ആ പൂന്തോട്ടത്തിലിരിക്കുന്ന വണ്ട്. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് ആട്ടുകാരുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന വണ്ടാണിത്. ഡമ്മിയായിരുന്നു അത്. ആ. ഞാനിപ്പോ വെടിവെച്ച് തൊലച്ച് കളഞ്ഞാണല്ലോ ഇപ്പൊ അതിന്. മനസ്സിലായില്ലേ? ഇല്ല, നിങ്ങൾ ആരാണ്? എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ വേട്ടക്കാരൻ. ഏത് തോട്ടത്തില്? ഏതൻ തോട്ടത്തിലെ ആപ്പിളിന് കാവൽ നിൽക്കുന്നു. തോക്ക് കണ്ടിട്ട് എന്റെ രൂപം കണ്ടിട്ട് മനസ്സിലാക്കാത്തത് നിങ്ങൾ കഷ്ടമായിട്ടോ. ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്, മനസ്സിലായില്ലേ? വേട്ടക്കാരനാ? ആ, ഈ കാട്ടിലൊക്കെ പോയിട്ട് മൃഗങ്ങളൊക്കെ പിടിച്ച് മെരുക്കി എടുത്തിട്ട് സർക്കസ് കമ്പനിയിൽ ചില ട്രിക്കുകളൊക്കെ പഠിപ്പിക്കുന്ന വളയം മാഷ്. വളയം മാഷ? വളയം മാഷ? റിംഗ് മാസ്റ്റർ. ഓ ശരി, എവിടത്തെ പാസ്റ്റർ? ഞാൻ വെടിവെച്ചും കൊള്ളട്ടോ. പാസ്റ്റർ അല്ല, മാസ്റ്റർ. മാസ്റ്റർ ആയാലും കീസ്റ്റർ ആയാലും നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എന്താ കാര്യം? ഇവിടെ എന്താ കാര്യം? ഈ സർക്കസ് കമ്പനിയിലെ മൃഗങ്ങളെ ഞാൻ പുതിയ പുതിയ നമ്പറുകൾ പഠിപ്പിക്കും. അപ്പൊ ഈ സർക്കസ് കമ്പനി കുറെ കൂടി ഉച്ചത്തിലെത്തും, ഉയരത്തിലെത്തും. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് സർക്കസ് കമ്പനി ഒന്നും അല്ല. നമ്മൾ കണ്ടില്ലേ, കോമഡി മസാല, ഒരു കോമഡി പ്രോഗ്രാം നടക്കുന്ന ഫ്ലോറാണിത്, അല്ലാതെ പിന്നെ സർക്കസ് കൂടാരൊന്നും അല്ല. ആണോ? പിന്നെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വെളിയിൽ ഒരു പുലി കൂട്ടിനകത്തുനിന്ന് വെളിയിൽ ഇറങ്ങിയെന്നതോ? ഏത് പുലി? ഇതിന്റെ കമ്പനിയുടെ പുറത്ത്. അതെ, അടുത്ത സ്കിറ്റിന് വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുന്നത് അതൊരു ഡമ്മിയാണിത്. പുലിയുടെ അതും ഡമ്മിയായിരുന്നു. ആ, എന്റെ 2 മണിക്കൂർ വെറുതെ പോയി. അതെങ്ങനെ? ആ പുലിയെ മെരുക്കാൻ വേണ്ടി ഞാനും പുലിയോടെ പൊരിഞ്ഞ മൽപ്പിടുത്തമല്ലായിരുന്നു അവിടെ കിടന്ന്. എന്നിട്ട് വലിച്ചു കയറിയാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അടുത്ത സ്കിറ്റ് എന്ത് ചെയ്യണോ ഇത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ 100% വേട്ടക്കാരനാണോ? ഇല്ല, 25% ഉള്ളൂ. ബാക്കി 75% ഗ്രാഫിക്സ് ആണ്. ആര് വന്നാലും ഇതുപോലെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യം വിഡ്ഢി ചോദ്യമല്ലേ അതൊക്കെ? 100% സ്ഥിരമുള്ളതാ, കുഴപ്പമില്ല. കിട്ടുമ്പോ ഒതുങ്ങിക്കോ. നിങ്ങൾ ഈ ചിമ്പൻസികളെ ട്രെയിൻ ചെയ്യിക്കൂ. വരൂ, ചിമ്പാൻസികളെ ട്രെയിൻ ചെയ്യിക്കുമെന്ന് വരൂ. ആദ്യം കാട്ടുകുരങ്ങനെ കൊണ്ട് ചെയ്യും. നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തും ഏതൊക്കെയാണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തും. നിങ്ങൾ എല്ലാവരും മാറി. കാര്യങ്ങൾ പിന്നെ മാസ്റ്റർ, ഈ മൃഗങ്ങളൊക്കെ മെരുക്കെന്ന് പറയുന്നല്ലോ, അപ്പൊ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ മെരുക്കുന്ന ഞങ്ങൾക്കൊന്ന് ടെക്നിക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. മെരുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മൃഗങ്ങളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ആന സ്റ്റൂളിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സർക്കസില് ആന സ്റ്റൂളിൽ നിർത്തുന്നത് ആ ഐറ്റം ഞാനാണ് ഉണ്ടാക്കിയത്. ഞാനാണ് എന്നെ കണ്ടുപിടിച്ചത്. ഞാനാണ് ആനയെ അങ്ങനെ പഠിപ്പിച്ചത്. പറഞ്ഞുതരാം. ഇത് സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയും. ഇതെന്റെ ചോറാണ്. ഞാനിത് പറഞ്ഞു തന്നു കരുതി. ചോറ് സ്റ്റൂളാണോ ആനയാണോ? ഇവനെ ഒന്ന് വെടിവെച്ചിട്ട് ഞാൻ ഈ പോലീസ് സ്റ്റേഷന്റെ പുറകിൽ പാത്തിരിക്കും കേട്ടോ. അപ്പോൾ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനയെ ആദ്യം കൊണ്ടുവരുന്നു. അപ്പോൾ അത് നല്ല പരിചയമൊന്നും കാണത്തില്ല. പിന്നെ എൻ്റെ പേരൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ആനയെ കെട്ടുന്നിടത്ത് കുറെ ഉറുമ്പുകളെ കെട്ടിവിടും. ഉറുമ്പുകളെ ഇറക്കി വിടും. ഉറുമ്പുകളെ ഇറക്കി വിടുമ്പോൾ ഞാൻ കടി കൊണ്ടിട്ട് ഇങ്ങനെ കടി കൊണ്ടിട്ട് ഇങ്ങനെ അസഹിഷ്ണുത പ്രവർത്തിക്കും. അസഹിഷ്ണുത അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു സ്റ്റൂൾ കൊണ്ട് അതിന്റെ ഫ്രണ്ട് ഇട്ട് കൊടുക്കും. അപ്പൊ സ്റ്റൂൾ കിട്ടുമ്പോൾ നമ്മൾ ആരും ഉറുമ്പിന്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറുമ്പില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കത്തില്ലേ? അങ്ങനെ ഈ ആന സ്റ്റൂളിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കും. ഉറുമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആന സ്റ്റൂളിന്റെ മുകളിൽ കയറി നിൽക്കും. പിന്നെയും ആന എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയിടും, ഉറുമ്പിനെ ഇറക്കി വിടും. ആന അസഹിഷ്ണുത പ്രകടിപ്പിക്കും. അങ്ങനെ സ്റ്റൂൾ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടിടും. ഈ ആന സ്റ്റൂളിൽ കയറി നിൽക്കും. പിന്നെ ഉറുമ്പില്ലാത്തപ്പോഴും ചുമ്മാ സ്റ്റൂൾ കൊണ്ടിട്ടാ ഈ ആന വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ? ഉറുമ്പുണ്ടെന്ന് വിചാരിച്ച് ചാടി സ്റ്റൂളാലും കയറുന്നു. അങ്ങനെയാണ് ഈ ആന സ്റ്റൂളെ കയറുന്ന വിദ്യ ഉണ്ടായത്. നല്ലതല്ലേ അത്? പിന്നെ ആന അല്ലാതെ നിങ്ങൾ വേട്ടയാടി നാട്ടിലൊക്കെ പോയി വേട്ടയാടിയിട്ടുണ്ടോ? ഏറ്റവും എളുപ്പം പിടിക്കുന്ന മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹമാണ്. അയ്യോ, പിടിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. സത്യം, സിംഹത്തിനെ പിടിക്കാനാണ് ഈസി. സിംഹത്തെ പിടിക്കാം. അതായത് 250 മൈലെണ്ണയും ഒരു അലങ്കരിച്ച കസേര ഉണ്ടെങ്കിൽ സിംഹത്തിനെ പിടിക്കാം. ആദ്യം നമ്മൾ സിംഹമുള്ള കാട്ടിൽ പോകണം. എനിക്കറിയാം സിംഹമുള്ള കാട്. ഗുജറാത്തിലെ ഗീർ വനങ്ങളിലാണ് സിംഹം ഉള്ളത്.
ഇരുന്ന് ഗീർ വനം അടിക്കാതെ എഴുതിച്ചപ്പോ അല്ല ഈ സിംഹം ഗുജറാത്തിലെ ഗീർ വനത്തിലായിരിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, സിംഹമുള്ള കാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പറയണ്ട. സിംഹമുള്ള കാട്ടിൽ പോയെങ്കിലല്ലേ സിംഹത്തെ പിടിക്കാനും ഇല്ല. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. സിംഹമില്ലാത്ത കാട്ടിൽ പോയാൽ സിംഹത്തിനെ പീച്ചാൻ പറ്റുമോ? പറ്റില്ല. അതാ പറഞ്ഞത്, സിംഹമുള്ള കാട്ടിൽ പോണം. എന്നിട്ട് ഈ സിംഹമുള്ള കാട്ടിന്റെ ഉൾഭാഗത്ത് എന്നിട്ട് ഈ അലങ്കരിച്ച കസേര അവിടെ ഇടണം. എന്നിട്ട് നമ്മൾ മാറി നിൽക്കണം. മാറി നിൽക്കുമ്പോ സിംഹം ആരാണ് കാട്ടിലെ? രാജാവ്. ഈ കസേര സിംഹാസനമാണെന്ന് കരുതി സിംഹം ചാടി കയറി അതിനകത്തിരിക്കും. ഞാൻ അതിനകത്ത് കുരുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ബുദ്ധി ഞാൻ വെടിവെച്ചങ്ങ് ചാവത്തേ ഉള്ളൂ. അപ്പൊ ഈ സിംഹം അങ്ങനെ കയറിയിരിക്കും. ആ കസേര തന്നെ ഞാൻ കുരുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ കുരുക്ക് വീടും സിംഹത്തിനെ പിടിക്കും. ഈസി അല്ലേ? അല്ല പിന്നെ ഈ 250 മൈലെണ്ണ എന്തിനാണെന്ന്? ചില സിംഹങ്ങളൊന്നും ഈ കസേര കയറി ഇരിക്കത്തില്ല. അപ്പൊ എന്നെ കാണും. അത് ഞാൻ ദേഹത്ത് മൊത്തം അങ്ങ് തേച്ചിട്ട് അവിടുന്ന് വഴുതി രക്ഷപ്പെടാൻ വേണ്ടിയാണ് മൈലെണ്ണ. ഓ അത് ശരി. അല്ല നിങ്ങളെ തോക്കിരിക്കല്ലേ, നിങ്ങൾക്ക് വെടിവെച്ചൂടെ? എന്റെ സുഹൃത്തെ, എല്ലാ സന്ദർഭങ്ങളിലും എനിക്ക് തോക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ മിക്കവാറും വേട്ടയ്ക്ക് പോകുമ്പോ തോക്കെടുക്കാൻ മറന്നുപോകും. പൊന്നു സുഹൃത്തെ, അപ്പൊ നിങ്ങൾ തോക്കെടുക്കാതെ പോയി വെടിവെക്കുന്നതിന് എന്ത് ചെയ്യും? ഉണ്ടയെടുക്കും, എറിഞ്ഞു കൊല്ലും. അത് ശരി. വല്ലവന് പുല്ലും ആയുധം. അതും നല്ലതാണ്. ഇതിപ്പം എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. എന്താണ്? നിങ്ങൾ സത്യം പറ, നിങ്ങൾ സിംഹത്തെ പോയിട്ട് പുലിയെ പോയിട്ട് കടുവ, നിങ്ങൾ ഒരു പൂച്ചയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കുന്നത്? അല്ല നിങ്ങൾ സംസാര രീതി കണ്ടിട്ട് ഉണ്ടെടുത്ത് എറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടേ പറഞ്ഞത്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. അതെങ്ങനെ അറിയാതെ നിങ്ങൾ സംസാരിക്കട്ടെ അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഞാനും എന്റെ മക്കളുടെ പുലിയുടെ തോളെ കൈയിട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് വീട്ടില്. ആണോ? അതെങ്ങനെ? എവിടെ വെച്ച്? പമ്പയില്. പമ്പേ പുലി ഇറങ്ങിയായിരുന്നാ? അല്ല, പുലി ഇറങ്ങിയതല്ല. പിന്നെ ഞങ്ങള് ശബരിമലയ്ക്ക് പോയപ്പോ പമ്പേ സ്റ്റുഡിയോ കയറി പിന്നെ തോളെ കൈയിട്ട് ഫോട്ടോ എടുത്തു. 100 രൂപ എടുത്താൽ അപ്പൊ തന്നെ പ്രിന്റ് അടിച്ചു. 100 രൂപ എടുത്താൽ മതി. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ഏത് തരത്തിലുള്ള കഷ്ടോടാ. കണ്ടിട്ടാളൊരു പാവം തോന്നുന്നു. എന്റെ ഒരു ഫ്രണ്ട് ജംബോ സർക്കസിലുണ്ട്. അപ്പൊ നിങ്ങളുടെ ബാക്ക് എവിടെയാണ്? ജെമിനി സർക്കസിൽ. ഞാനടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് ജംബോ സർക്കസിലുണ്ട്. നിങ്ങൾ അവിടെ കൊണ്ട് ചേർക്കാം. ചേർക്കാൻ ഞാൻ LKG പഠിക്കുകയാണ്. അല്ല സുഹൃത്തെ, നിങ്ങളെ അവിടെ സർക്കസ് കമ്പനിയിൽ ചേർക്കാൻ ജോലി അവിടെ ജോലി അറേഞ്ച് ചെയ്യാന്നാ പറഞ്ഞത്. താങ്ക് യു സാർ. അപ്പൊ അവിടെ പോയിട്ട് ഈ പുലിയെ ഒക്കെ മെരുക്കിയെടുക്കേണ്ടി വരും. അയ്യോ, അതെന്റെ പണിയാണല്ലോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുമോ ഞങ്ങളെ? ഞാനോ? എനിക്ക് പുലിയെ തരുമോ? ഒരു പുലിയെ തരാമോ പ്ലീസ്? പുലി ഇല്ല, പുലിയോട് സങ്കല്പിച്ചാൽ മതി. സങ്കല്പിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പുലിയെ പിടിച്ചിരിക്കുന്നു, നിങ്ങൾ സങ്കല്പിച്ചോളൂ. അത് പറ്റില്ല, കാണിച്ചേ പറ്റത്തുള്ളൂ. വേണ്ട ജോലി, നിനക്ക് എന്താ ഇതൊക്കെ? അല്ല, അങ്ങനെ പറയരുത്. എനിക്ക് പുലി ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ പുലിയെ പിടിക്കുന്ന ആക്ഷൻ കാണിച്ചാൽ മതി. പുലിയെ പിടിക്കുന്നത് എനിക്ക് ജോലി വേണം. ആക്ഷൻ കാണിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാടിന്റെ ഒരു എന്തെങ്കിലും ഒരു ഇത് വേണം. അറ്റ്മോസ്ഫിയർ. മ്യൂസിക് ആയാലും മതി. എനിക്ക് ഒരു ഇത് വേണം. എനിക്ക് മതി. ഇപ്പൊ മനസ്സിലായി ഇയാൾ ഏത് വേട്ടക്കാരനാണെന്ന്, ഏത് തരത്തിലുള്ള വേട്ടക്കാരൻ. ഇപ്പൊ മനസ്സിലായി കേട്ടാ. ഇവിടെ വന്ന് ചുമ്മാ ഇപ്പൊ ഈ കുട്ടികൾ പറഞ്ഞല്ലോ ഗീർവാണം അടി. നീ അല്ലൂടെ ഇപ്പൊ ഇവിടെ വന്ന് ഗീർവാണം അടിച്ചത് മൊത്തം. നാട്ടിൽ പോയി സിംഹത്തെ പിടിക്കുന്ന, കസാര ഇരുത്തുന്ന, ആനയെ മെരിക്കുന്ന, കസാര കയറ്റുന്ന, സ്റ്റൂളെ കയറ്റുന്ന. ഇപ്പൊ മനസ്സിലായി ഓണത്തിന് പുലി കളിക്ക് ഇറങ്ങുന്ന വേട്ടക്കാരൻ അല്ലൂടോ താൻ. അത് മനസ്സിലായല്ലോ. എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അതിനെ പുലിവേട്ടക്കാരനല്ലേ പറയുന്നത്? പുലിവേട്ടക്കാരെന്ന് പറഞ്ഞ പിന്നെ അത് പുലിവേട്ടക്കാരൻ. അതാണ് ഓണത്തിന് ഇറങ്ങുന്ന പുലികളി വേട്ട, അതിനാണ് പറയുന്നത്. ഞാൻ ഈ നാട്ടുകാരനെ വേട്ടക്കാരൻ വിളിച്ചപ്പം അതിപ്പം പുലികളിയിലെ വേട്ടക്കാരൻ. അതാ ഞാൻ വീട്ടിൽ ചെന്ന് പറയട്ടെ, എടി ഞാൻ ഒറിജിനൽ അല്ല, ഓണത്തിനിറങ്ങുന്ന പുലിവേട്ടക്കാരനാന്ന്. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. നമുക്ക് വീണ്ടും കൂടുതൽ ചിരിയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം us.